മുംബൈയും നിൽക്കും. ഇന്ന് കൂടെ വരൂ, പുതിയ രസകരമായ സാഹസങ്ങൾ ഓരോ ദിവസവും. ഒരു യൂണിക്കോൺ വളഞ്ഞ കൊമ്പുമായി ക്ലിനിക്കിലെത്തുന്നു ക്ഷീണിതനായി. ഒരിക്കൽ അത് പ്രകാശത്തോടെ തിളങ്ങുമായിരുന്നു ഭംഗിയോടെ. ഇപ്പോൾ അത് വശത്തേക്ക് വളഞ്ഞിരിക്കുന്നു, മണലിലെ ഒരു ചുണ്ടുപോലെ. മുമ്പ് പറഞ്ഞു ചിന്തിക്കേണ്ട എന്റെ സുഹൃത്തേ, നാ കൊമ്പ് ശരിയാക്കും, വീണ്ടും പ്രകാശിപ്പിക്കും. പക്ഷേ നിക്കു സഹായിക്കാൻ ശ്രമിച്ചപ്പോൾ അയ്യോ, അവളുടെ തലയിൽ ഒരു ചെറിയ കൊമ്പ് വളർന്നു. ഇപ്പോൾ അവളും പ്രദർശനത്തിലുണ്ട്. ഇത് ഒരു മായാജാല ദിനമാടും ചികിത്സാ ക്ലിനിക്കിൽ. ഒരു വളഞ്ഞ കൊമ്പ് കൊണ്ട് കാര്യങ്ങൾ അല്പം കലാശം. എന്നാൽ മുംബൈയും നിൽക്കും, അത് ശരിയാക്കും. അവർ ആ കൊമ്പ് വീണ്ടും പ്രകാശിപ്പിക്കും. ദക്ഷതങ്ങളും മന്ത്രങ്ങളും വായുവിൽ പറക്കുന്ന സുഗന്ധ സസ്യങ്ങളും അവരൽപ്പം കലാശത്തോടു കൂടി മായാജാലം തിരികെ കൊണ്ടുവരും. ഇതൊരു ചികിത്സ സാഹസിക യാത്രയാണ്, വരൂ കാണൂ. യൂണിക്കോണിന്റെ കൊമ്പ് മായാജാലത്തോടെ ശരിയായി. നിക്കുവിൻ തലയിൽ ചെറിയൊരു കൊമ്പ്, അത് അവൾ തൊപ്പിയുടെ അടിയിൽ മറക്കുന്നു. നീ പോകാൻ ശ്രമിക്കും. യൂണിക്കോൺ തിരിച്ചു, ഇത് പ്രയും മോശമല്ല, ഇനി അതിൽ പതുങ്ങും, വിഷമിക്കണ്ട. മുമ്പും ഒരു പുസ്തകം എടുത്ത് പേജുകളിറുക്കി മായാജാല പ്രയാസത്തിനൊരു മരുന്ന് അന്വേഷിക്കുന്നു. നിക്കുവിന്റെ മഞ്ചം തിരച്ചു, അയ്യോ എന്തൊരു കാഴ്ച. ഇപ്പോൾ അവൾ പ്രകാശിക്കുന്ന ഒരു യൂണിക്കോൺ ഉണ്ടായി. ഇത് ഒരു മായാജാല ദിനമാണ് ചികിത്സാ ക്ലിനിക്കിൽ. ഒരു വളഞ്ഞ കൊമ്പ് കൊണ്ട് കാര്യങ്ങൾ അല്പം കലാശം. എന്നാൽ മുംബൈയും നിൽക്കും, അത് ശരിയാക്കും. അവർ ആ കൊമ്പ് വീണ്ടും പ്രകാശിപ്പിക്കും. കാടിലൂടെ അവർ പോയി പൂക്കൾ പൊട്ടിയിരുന്നോ സുഗന്ധ സസ്യങ്ങളോടെ. മരുന്നെടുത്തു അവരെന്ത് ചെയ്യും? കൊമ്പ് നേരെയാകുന്ന പ്രകാശത്തോടെ തിളങ്ങുന്നു. മായാജാലത്തിന്റെ സ്പർശത്തോടെ അത് പൂർണ്ണമായി ശരിയായി. യൂണിക്കോൺ സന്തോഷത്തോടെ പഴയ ഭംഗിയിൽ തിരിച്ചെത്തി. അത് കൊമ്പ് ഇപ്പോൾ പർവ്വതം പോലെ നിന്നേ. നിക്കുവിന്റെ കൊമ്പ് ഒപ്സജത്ത മന്ത്രത്തിൽ നിന്നന്തി. ഇപ്പോഴെല്ലാം സാധാരണയായി. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളോടൊപ്പം വരൂ, മുംബൈയും നിൽക്കും.